സൂപ്പർ ക്യൂബ് എന്ന ആനിമി സീരീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് അതിന്റെ 3ാമത്തെ എപ്പിസോഡിലാണ്. കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. മുമ്പിലേക്ക് പോകും തോറും നല്ല കിടിലനായി വരുന്ന ഒരു ആനിമിയാണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം ബാക്കിയാണ്. റോഡ് ടു 15K ആണ്. കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് 15K അടിക്കാം. എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുന്ന കാര്യം പരിഗണിക്കുക. കാരണം നിങ്ങൾ ലൈക്ക് അടിച്ചാൽ മാത്രമാണ് ഇത് പുതിയ പുതിയ ആൾക്കാരിലേക്ക് എത്തത്തുള്ളൂ. പിന്നെ ഷെയറും കമന്റും ചെയ്യാൻ നിങ്ങളുടെ കമന്റ്സ് ആണ് എന്റെ മോട്ടിവേഷൻ. ഇനി ഒട്ടും ലാഗാക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ നായകനാണ് കാണിക്കുന്നത്. നമ്മുടെ നായകനാണെങ്കിൽ ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ ഇപ്പൊ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. അവന്മാർ ഒരുപാട് പേരുണ്ട്. നമ്മുടെ നായകനാണെങ്കിൽ 30% ചാൻസ് ആണ് ഇവരോട് ജയിക്കാനുള്ളത്. എന്റെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ, ഇവരെല്ലാം നേർക്കുനേർ ഏറ്റുമുട്ടുക. അങ്ങനെ വരുന്ന എല്ലാവരുമായിട്ടും അവനവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടെ ഏകദേശം ഒരുമിച്ചാണ് ഇവന്റെ അടുത്തേക്ക് വരുന്നത്. സോ എല്ലാവരെയും ഇങ്ങനെ അവൻ ഒരുമിച്ച് തന്നെ നേരിടുന്നുണ്ട്. അവനിട്ടും അടി കിട്ടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ ഭാഗത്തുനിന്ന് മാത്രം നല്ല അടി വരുന്നത്, അവന്റെ ചുറ്റും അടി വന്നോണ്ടേ ഇരിക്കുകയാണ്. ആ കൂട്ടത്തിലുള്ള ഒരു ചങ്ങായാണെങ്കിൽ അവന്റെ കൈയൊക്കെ ഇട്ട് കറക്കി വലിയ ഷോ ഓഫ് കാണിക്കുന്നുണ്ട്. ഇത് കാണാൻ നമ്മുടെ വാങ്ങാണെങ്കിൽ ഓടിച്ചെന്ന് അവന്റെ മണി കണ്ടാനിട്ട് തന്നെ ഒരു പണി കൊടുക്കുന്നുണ്ട്. ഒരു പട്ടി ഷോയിന്റെ വില ജനറേഷൻ കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ച് ഓടാ, എല്ലാവരും കൂടെ ഒരുമിച്ച് പോയി അടിക്ക്. ഇത് കേൾക്കുന്ന അവന്മാരെല്ലാരും കൂടെ നമ്മുടെ നായകനെ നമ്മുടെ വാങ്ങിനിട്ട് അടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. നമ്മുടെ വാങ്ങാണെങ്കിൽ അവന്മാരെല്ലാം ഒഴിഞ്ഞു മാറി പല തരത്തിലൊക്കെയാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഓടി ഓടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. കാരണം നിന്ന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല, കാരണം വട്ടത്തിൽ അടി വരും. അങ്ങനെ നമ്മുടെ നായകനാണെങ്കിൽ അവരെല്ലാം ഫൈറ്റ് ചെയ്ത് ഏകദേശം ഡിഫീറ്റ് ചെയ്യുന്ന പോലെ വരുന്നുണ്ട്. അതിനുശേഷം മൈനാത്തൂരത്തിന്റെ കാലെ വാരി കറക്കി ആ ഒരു ബോസ് എന്ന് പറയുന്നവന്റെ മൂക്കിലോട്ട് എറിയുന്നുണ്ട്. ഇവൻ ഭയങ്കര സ്ട്രോങ്ങർ ആണ്, ഇവനൊരു മനുഷ്യനാണോ? അങ്ങനെ പറഞ്ഞ് ഇവൻ നോക്കുന്ന സമയത്ത് അത്രയും പേരെ അവൻ ഡിഫീറ്റ് ചെയ്തതിന് ശേഷം ഇവന്റെ നേരെ അവൻ നടന്നു വരുന്നുണ്ടാവും. മാസ്റ്റർ, നിങ്ങൾക്ക് ഇനി ഫൈറ്റ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളുടെ എനർജി മൊത്തം ഏകദേശം തീരാനായി. അറിയാം, പക്ഷെ ഞാൻ 2 ഡയലോഗ് അടിക്കട്ടെ. പോടാ എന്റെ അടുത്തേക്ക് വരില്ലടാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് വേറെ കുറച്ച് ആൾക്കാർ വരുന്നത്. ഞാൻ വിചാരിച്ചു നോർത്ത് സിറ്റി ഗ്യാങ്ങിലെ പിള്ളേരാണ് പ്രശ്നക്കാരെന്ന്. ഇപ്പോഴല്ലേ മനസ്സിലായത്. നിങ്ങൾ ഇത്രയേ ഉള്ളൂ, ഒരൊറ്റ ആളെ ഡിഫീറ്റ് ചെയ്യാൻ നിങ്ങളുടെ നോർത്ത് സിറ്റി ഗ്യാങ്ങിന് മൊത്തത്തിൽ പറ്റുന്നില്ല. ഇപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ആരാ നോക്കിക്കഴിഞ്ഞാല് നമ്മൾക്ക് ഈ നോർത്ത് സിറ്റിയിൽ കുറച്ച് ഗുണ്ടാളുള്ള പോലെ തന്നെ അത് സൗത്ത് സിറ്റിയിലെ ഗുണ്ടാളാണ്. ഈ ചെങ്ങായിന്റെ പേര് ഹോഹാൻ എന്നാണ്. നമുക്കിപ്പോ തൽക്കാലം ഹാൻ എന്ന് വിളിക്കാം. ഈ നോർത്ത് സിറ്റി ഗുണ്ടകളും അതുപോലെ തന്നെ സൗത്ത് സിറ്റി ഗുണ്ടകളും ഇവർ രണ്ടുപേരും ജന്മനാ ശത്രുക്കളാവേണ്ടവരാണല്ലോ. നിങ്ങൾ നോർത്ത് സിറ്റി ഗുണ്ടകളും സൗത്ത് സിറ്റി ഗുണ്ടകളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ, പക്ഷെ ഇതിന്റെ ഇടയിന്ന് ഷെന്നിനെ ഒഴിവാക്കണം. നിന്നെ വെറുതെ വിടാൻ നിന്നോട് ആര് പറഞ്ഞു എന്നും പറഞ്ഞ് പുതിയ വന്നിരിക്കുന്ന ആൾക്കാര് ഇപ്പൊ വാങ്ങിനെ തല്ലാൻ വേണ്ടി വരികയാണ്. മാസ്റ്റർ, നിങ്ങളുടെ ഇപ്പത്തെ കണ്ടീഷൻ വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടുന്നതായിരിക്കും നല്ലത്. ഇത് പറഞ്ഞു തീർക്കുന്ന സമയം കൊണ്ട് തന്നെ അവന്മാര് പിന്നെ നമ്മുടെ വാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഓടി വരുന്നുണ്ട്. നമ്മുടെ വാങ്ങാണെങ്കിൽ അവരെന്നെ തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവന് ടെലപ്പോർട്ട് ആകാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത് അവൻ അവിടെ നിന്ന് ടെലപ്പോർട്ട് ആവുന്നുണ്ട്. അവൻ നേരെ ടെലപ്പോർട്ട് ആവുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ആ ഒരു മെയിൻ സ്വിച്ചിന്റെ അവിടേക്കാണ് അവൻ ടെലപ്പോർട്ട് ആവുന്നത്. അതിനുശേഷം ആ മെയിൻ സ്വിച്ച് ഓഫ് ആക്കി അവിടുത്തെ ഫുൾ കറണ്ട് അവൻ കളയുന്നുണ്ട്. അതിനുശേഷം ആ ഇരുട്ടിൽ നിന്നിട്ട് അവനാണെങ്കിൽ അവരെല്ലാം പുറകുന്ന് അടിച്ച് വീഴ്ത്തുന്നുണ്ട്. കമ്മിങ് ടു ദ ട്രൂത്ത്, അവൻ ടെലപ്പോർട്ടായിട്ടാണ് അടിക്കുന്നത്. സോ ഇവർക്ക് എന്തോ ഒരു അമാനുഷികനെ ഫൈറ്റ് ചെയ്യുന്നവരുണ്ടാവും. ഇവര് നോക്കുന്ന സമയത്ത് കാണും, പിന്നെ പെട്ടെന്ന് കാണുന്നില്ല, പിന്നെ നോക്കുന്ന സമയത്ത് കാണും, പിന്നെയും പെട്ടെന്ന് കാണുന്നില്ല. പക്ഷെ ഇവന്മാർക്ക് അടി കിട്ടുന്നുണ്ട്. ആ രീതിക്ക് ഇവരെല്ലാരും അടിച്ചിടും. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരുത്തനാണെങ്കിൽ അവന്റെ മൊബൈലിൽ ഫ്ലാഷ് ഒക്കെ ഓണാക്കി നേരെ പോയിട്ട് അവൻ മെയിൻ സ്വിച്ച് ഒക്കെ ഓണാക്കി നോക്കുന്ന സമയത്ത് ഇവന്റെ കൂട്ടുകാരെല്ലാം മറ്റവൻ അടിച്ചിട്ട് നിലത്തിട്ടുണ്ടാവും. ഇവൻ ശരിക്കും മനുഷ്യനാണോ? ഇങ്ങനെയൊക്കെ അവിടെ നടക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഷെന്നാണെങ്കിൽ പുറത്തുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ അല്ലെങ്കിൽ ആ ഒരു ക്ലബിന്റെ ഒക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ അടുത്ത് ഒരു അടിയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ നേരെ കയറി വന്നിട്ട് ഇവരോട് ഡോർ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇപ്പൊ പോലീസിനെ വിളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ പുറത്ത് നടക്കുന്ന സമയത്ത് നമ്മുടെ പെരിയ ഗുണ്ടയാണെങ്കിൽ ഇവന്റെ ഇന്ന് രക്ഷപ്പെടാൻ വേണ്ടി പയ്യെ മുങ്ങി പോകുന്നുണ്ട്. പക്ഷെ അപ്പൊ തന്നെ നമ്മുടെ വാങ്ങ് അവന്റെ മുമ്പിലേക്ക് പെട്ടെന്ന് ടെലപ്പോർട്ടായിട്ട് വരും. അയ്യോ വാങ്ങ ക്ഷമിക്കടാ, വെറുതെ വിടറാ പാവല്ലടാ, ഞാൻ ഒന്ന് വെറുതെ വിടറാ. ഓക്കേടാ ശരി, ഞാൻ നിന്നെ വെറുതെ വിടാം. അതിന് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഇതെല്ലാം നിന്റെ തലയിലാന്ന് നീ വരുത്തി തീർക്കണം. അങ്ങനെ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എല്ലാം വാല് തുറന്ന് അകത്ത് കയറി വരുന്ന സമയത്ത് ഇവർ കാണുന്നത് വാങ്ങിനെ മറ്റവൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നതായിരിക്കും. അവിടുന്ന് ആ ഷൂട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം രാവിലെയാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ വാങ്ങിന്റെ ആവശ്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കല്ലുകൾ കണ്ടുപിടിക്കുക, അതുപോലെ കൂടുതൽ സ്ട്രോങ്ങർ ആവുക. അങ്ങനെ കുറച്ച് കല്ലുകൾ മേടിക്കാന്നും പറഞ്ഞിട്ട് ഈ ചെങ്ങായി ഗോൾഡും ഡയമണ്ട് ഒക്കെ വെക്കുന്ന കടയിലൊക്കെ പോയി നോക്കും. അതിന്റെയൊക്കെ വില കണ്ട് കണ്ണ് തള്ളിയിട്ട് ഇവൻ സ്വന്തമായിട്ട് കുഴിച്ചെന്തെങ്കിലും ഒക്കെ എടുക്കാൻ തീരുമാനിക്കും. അങ്ങനെ അവനാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പൈസ വെച്ചിട്ട് ഷവലും ആക്സും റോപ്പൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടി തീരുമാനിക്കും. അങ്ങനെ ഇങ്ങനത്തെ കല്ലുകളും തപ്പിയിട്ട് അവൻ ആദ്യം തന്നെ പോകുന്നത് ഒരു
ഫോറസ്റ്റിലേക്കാണ്. ഇവൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഫോറസ്റ്റ് ഒക്കെ നേരിട്ട് കാണുന്നത്. ചെങ്ങായി ഫോറസ്റ്റിന്റെ വലിപ്പൊക്കെ കണ്ട് കണ്ണും തള്ളി നിൽക്കുകയാണ്. ഇതെന്താ സംഭവം എന്ന് പോലും അറിയാണ്ട്. പിന്നെ ചെങ്ങായി ആണെങ്കിൽ 15 മീറ്റർ താഴെ എന്തോ ട്രഷർ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഈ ഷവല് വെച്ചിട്ട് ആ മണ്ണ് കുഴിക്കാൻ നോക്കും. കുറച്ച് കുഴി കഴിഞ്ഞിട്ട് ചെങ്ങായി മടുക്കും. ഇതെന്ത് ട്രഷർ കണ്ടാന്നും പറഞ്ഞിട്ട് അവിടെ കിടക്കും. മാസ്റ്റർ, താഴത്തൊരു പൊള്ളയായിട്ടുള്ള സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നിന്ന് അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോണിന്റെ എനർജി എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്നാ പിന്നെ അവിടേക്കും പോവാന്നും പറഞ്ഞിട്ട് നമ്മുടെ വാങ്ങാണെങ്കിൽ ടെലപ്പോർട്ടേഷന് വേണ്ടി ട്രൈ ചെയ്യും. പക്ഷെ അവന് ടെലപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ബേസിക്കലി അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം ഇവന് ഇതുവരെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഒരുമാതിരി സീൽ ചെയ്യപ്പെട്ട സ്ഥലം പോലെയാണ്. സോ അവിടേക്ക് എത്താനുള്ള ഒരു ക്രാക്ക് രീതിക്ക് എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ മാത്രമാണ് ഇവൻ അവിടേക്ക് ടെലപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതായത് ഒരു വഴിയുള്ള സ്ഥലത്തേക്ക് മാത്രമാണ് ഇവന് ടെലപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ഒരു വഴി ഇവൻ അറിയുകയും വേണം. അങ്ങനെ ഇവനൊരു ലേക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ലേക്കിൽ വെച്ചിട്ട് ഇവന്റെ മറ്റേ ആ ഒരു എബിലിറ്റി യൂസ് ചെയ്ത് വഴി കണ്ടുപിടിച്ചതിന് ശേഷം ഇവൻ ടെലപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വാങ്ങാണെങ്കിൽ നേരെ ആ ഒരു കേവിന്റെ അകത്തെത്തുവാണ്. ആ ഒരു കേവിന്റെ അകത്തൊന്നും അല്ല ആ ഒരു സ്റ്റോണിന്റെ എനർജി വരുന്നത്. ഇവൻ ഇങ്ങനെ ഒരു ഡയറക്ഷൻ നോക്കി പോയി നേരെ എത്തുന്നത് ഒരു വലിയ പാറക്കല്ലിന്റെ മുമ്പിലാണ്. അവിടെ നിന്ന് അവനേക്ക് മുമ്പിലേക്ക് ശരിക്കും പോകണം. പക്ഷെ ആ ഒരു പാറക്കല്ലിനെ ക്രോസ് ചെയ്ത് പോകണം. അതായത് വേറെ ഒരു ഹോളോ കണ്ടുപിടിച്ച് അതിന്റെ ഉള്ളിലേക്ക് ടെലപ്പോർട്ട് ചെയ്യണം. അങ്ങനെ നമ്മുടെ നായകനാണെങ്കിൽ ആ ഒരു കേവിന്റെ അകത്തേക്ക് എയർ വരുന്ന സ്ഥലം മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ഹോളോ കണ്ടുപിടിച്ച് അങ്ങനെ ടെലപ്പോർട്ടായി വേറൊരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. ഇപ്പൊ അവൻ ടെലപ്പോർട്ടായി എത്തിയിരിക്കുന്ന സ്ഥലം ഏകദേശം ആ ഒരു കല്ലിന്റെ അടുത്ത് തന്നെയാണ്. ബട്ട് ഒരു പ്രശ്നമുണ്ട്. ഇവൻ എത്തിയിരിക്കുന്ന സ്ഥലത്തിന്റെ താഴെ മുഴുവൻ വെള്ളമാണ്. ഇവനൊരു പൊക്കത്തിലാണ് എത്തിയിരിക്കുന്നത്. ഏകദേശം അവിടെ നിന്നൊരു എഡ്ജാണ് ആ ഒരു വെള്ളത്തിന്റെ ആ ഒരു സ്ഥലത്തേക്കുള്ളത്. അങ്ങനെ നമ്മുടെ വാങ്ങാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അവൻ എങ്ങനെയാണ് ആ ഒരു സ്റ്റോൺ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അവൻ ഏത് ടൂളാണ് യൂസ് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടത്തേക്ക് ഒരു പാമ്പ് വരുന്ന രീതിക്ക് കാണിക്കുന്നുണ്ട്. ആ പാമ്പിനാണെങ്കിൽ അത്യാവശ്യം നല്ല സൈസും ഉണ്ട്. അവനാണെങ്കിൽ വാങ്ങിനെ അറ്റാക്ക് ചെയ്യാനാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ ഒരു പാമ്പ് എപ്പോൾ വാതിർന്നാലും അല്ലെങ്കിൽ ആ ഒരു പാമ്പ് എപ്പോ ഒക്കെ വാങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പോയാലും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ട് വാങ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറും. വാങ് ഇതുവരെ പാമ്പുള്ള ആരും കണ്ടിട്ടില്ല. പക്ഷെ വാങ്ങിനെ ഇതുവരെ ഉപദ്രവിക്കാൻ ആ പാമ്പിന് പറ്റിയിട്ടില്ല. ഏകദേശം ഒരു ശിക്കാരി ശംഭോ. അങ്ങനെ നമ്മുടെ വാങ്ങാണെങ്കിൽ അവനൊരു ക്ലിഫിൽ കൂടെ ഒക്കെ നടന്ന് അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലത്ത് കൂടെ എല്ലാം നടന്ന് ആ ഒരു സ്റ്റോൺ ഉള്ള സ്ഥലത്തേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ വാങ് അതെങ്ങനെ കളക്ട് ചെയ്യാൻ ആലോചിക്കും. എന്നിട്ട് അവനിങ്ങനെ ആലോചിക്കും, ഇപ്പൊ ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ ടെലപ്പോർട്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വീണു പോവായിരിക്കും. അപ്പൊ പിന്നെ അത് ചെയ്യണ്ട. ഈ സമയത്തും ആ ഒരു പാമ്പ് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ പാമ്പുള്ള കാര്യം ഇവനും അറിയില്ല. ആ പാമ്പിനാണെങ്കിൽ ഇവനൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇത്തവണ ആ ഒരു പാമ്പ് ഇവനെ പെട്ടെന്ന് കടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും ഇവൻ പെട്ടെന്ന് അവിടെ നിന്ന് ടെലപ്പോർട്ട് ആയിട്ട് വേറെ സ്ഥലത്തേക്ക് പോകും. പാവം പാമ്പ് പൊട്ടനായിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നമ്മുടെ വാങ്ങാണെങ്കിൽ അവൻ എത്തിയ സ്ഥലത്ത് നിന്ന് ഒരു റോപ്പൊക്കെ കെട്ടി സെറ്റ് ആയതിനു ശേഷം അവൻ റോപ്പിൽ ഇങ്ങനെ തൂങ്ങിയിട്ട് അപ്പുറത്തേക്ക് ടെലപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശരിയാക്കും. അങ്ങനെ നമ്മുടെ വാങ്ങ് എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അതിനകത്ത് ഒരു കല്ല് ഇവൻ സ്വന്തമാക്കും. അതിനുശേഷം നമ്മുടെ വാങ്ങ് വേറെ ഒരു കല്ല് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ ആ ഒരു കല്ല് എടുക്കുന്ന സമയത്ത് ആ ഒരു കല്ല് അവിടുന്ന് താഴത്തേക്ക് പോകും. അങ്ങനെ നമ്മുടെ വാങ്ങ് താഴെ എന്താണെന്നൊന്നും അറിയാത്തത് കൊണ്ട് അത്യാവശ്യം ഭയങ്കര ഒരു ക്ലിഫ് ആയതുകൊണ്ട് അവൻ അവന്റെ മൈക്രോവേവ് എബിലിറ്റി യൂസ് ചെയ്യും. അങ്ങനെ എബിലിറ്റി യൂസ് ചെയ്യുന്ന സമയത്ത് ഇവൻ ആദ്യം കാണുന്ന ആ പാമ്പിനെ ആയിരിക്കും. അല്ല ഇതെന്തെന്ന സാധനോ? അന്നേരത്തിനും പെട്ടെന്ന് ആ പാമ്പ് ഇവന്റെ മുമ്പിലേക്ക് വരും. നമ്മുടെ ചക്കനാണെങ്കിൽ പേടിച്ചിട്ട് എന്തെല്ലോ ആയി പോകും. അങ്ങനെ വാങ്ങാണെങ്കിൽ ഈ പാമ്പിനെ കണ്ട് പേടിച്ച് ബാക്കിലേക്ക് നടന്ന് ഏകദേശം ആ ഒരു എഡ്ജിലെത്തും. എന്നിട്ട് ആ ഒരു എഡ്ജിൽ നിന്ന് താഴത്തേക്ക് വീണു പോകുന്നുണ്ട്. ഈ പാമ്പും അവന്റെ കൂടത്തിൽ ചാടും. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ മറ്റേ കെയർ കെട്ടിയിട്ടുണ്ടായിരുന്നില്ലേ. സോ അവൻ അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കും. കുറച്ച് സൈഡിലേക്ക് മാറി അവൻ അങ്ങനെ തൂങ്ങി നിൽക്കും. പക്ഷെ പാമ്പ് നേരെ താഴത്തേക്ക് അവിടെയുള്ള ആ ഒരു വെള്ളത്തിലേക്ക് ഇങ്ങനെ പോയി വീഴും. പക്ഷെ അപ്പൊ തന്നെ വേറൊരു കാര്യം കൂടെ സംഭവിക്കും. ആ കെയർ ആണെങ്കിൽ വിട്ടുപോയിട്ട് അല്ലെ കേറ പൊട്ടിപ്പോയിട്ട് ഇവന് നേരെ വെള്ളത്തിലേക്ക് വീഴും. പാമ്പ് ആദ്യം വീണിട്ട് പുറകെ ഇവനും കൂടെ വീണപ്പം പാമ്പിനാണെങ്കിൽ ഇപ്പൊ ഒരു ലോട്ടറി അടിച്ച ഫീലായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് ആ പാമ്പാണെങ്കിൽ വാങ്ങിനെ തൊള്ള തുറന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ ഇവര് തമ്മിലുള്ള ഒരു ഉണ്ടപ്പെടുത്തം പോലെ അവിടെ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വാങ്ങിനാണെങ്കിൽ അതിങ്ങനെ ചുരുട്ടി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ആ പാമ്പ് നമ്മുടെ വാങ്ങിനെ ചുരുട്ടി ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാങ്ങാണെങ്കിൽ അവന്റെ ക്യൂബിന്റെ അടുത്ത് പറയുന്നുണ്ട് അവനെ പെട്ടെന്ന് ക്യൂബിന്റെ അകത്തേക്ക് കൊണ്ടു ചെല്ലാൻ. പക്ഷെ അപ്പൊ ക്യൂബ് ഇവനോട് തിരിച്ചറിയാണ് പറ്റത്തില്ല. കാരണം ആ ഒരു സ്നേക്ക് ഇവനെ പിടിച്ചിരിക്കുന്നുണ്ട്. ആ ഒരു ക്യൂബിന്റെ സ്ഥാനത്തേക്ക് ഇവന്റെ ഹാഫ് ഓഫ് ദ ബോഡി വെയിറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇവന് കൊണ്ടു ചെല്ലാൻ പറ്റുള്ളൂ. ഈ പാമ്പ് ഒരു ലിവിങ് ക്രീച്ചർ ആണല്ലോ. സോ എന്തെങ്കിലും ഒരു ലിവിങ് ക്രീച്ചർ ഇവനുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടെങ്കിൽ ആ ഒരു ക്രീച്ചറിനെ കൊണ്ട് മാത്രമാണ് ഇവൻ ആ ഒരു സാധനത്തിലേക്ക് ടെലപ്പോർട്ട് ആവാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ഇവന് ടെലപ്പോർട്ട് ആവണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവന്റെ ഹാഫ് ഓഫ് ദ ബോഡി വെയിറ്റ് ഉള്ള സാധനങ്ങൾ മാത്രമാണ് ഇവന് ടെലപ്പോർട്ട് ചെയ്യാനും പറ്റത്തുള്ളൂ. ഇത് നമ്മുടെ വാങ്ങിന് മനസ്സിലായിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഷവല് യൂസ് ചെയ്തിട്ട് ആ ഒരു പാമ്പിന്റെ അകത്തേക്ക് അല്ലെങ്കിൽ ആ പാമ്പിലേക്ക് അങ്ങ് കുത്തി ഇറക്കുന്നുണ്ട്.
അതിനുശേഷം ആ ക്യൂബ് ആണെങ്കിൽ അവനെ ആ ഒരു ക്യൂബിന്റെ അകത്തേക്ക് തന്നെ അവനെ ടെലപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവനിപ്പോ പാമ്പിന്റെ കോണ്ടാക്റ്റിൽ നിന്ന് പോയ സ്ഥിതിക്ക് അവനെ മാത്രമായിട്ട് ടെലപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ടെലപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഇപ്പൊ നമ്മുടെ വാങ് കളക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു സ്റ്റോൺസ് കാണിക്കുന്നുണ്ട്. അതിപ്പോ ടോട്ടൽ 11 സ്റ്റോൺസ് അവൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ക്യൂബ് ആണെങ്കിൽ വാങ്ങിന്റെ അടുത്ത് ഇത് സിന്തസിസ് ചെയ്യണോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ബേസിക്കലി സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കളക്ട് ചെയ്യുന്ന ഈ ഒരു സ്റ്റോൺസിനെ ഒരു 3 ലെവൽസ് ആക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് ബേസിക്കും, രണ്ടാമത്തത് ഇന്റർമീഡിയറ്റും, പിന്നെ അഡ്വാൻസ്ഡും. ഇവൻ കളക്ട് ചെയ്യുന്ന ഏതെങ്കിലും 3 സ്റ്റോൺസ് സിന്തസിസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതിനെക്കാട്ടിലും ഒരു ലെവൽ കൂടിയിട്ടുള്ള ഒരു സ്റ്റോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കല്ലുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ ബേസിക് ആയിട്ടുള്ള കല്ലുകളുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സൂപ്പർഫിഷ്യലി മാത്രമാണ് ഒരാളുടെ ആട്രിബ്യൂട്ട്സിനെ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അതായത് ചെറിയ തോതിൽ മാത്രമാണ് ഒരു ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവത്തുള്ളൂ ആട്രിബ്യൂട്ട്സിൽ. പക്ഷേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജേംസിന് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കല്ലുകൾക്ക് ഒരാളുടെ എബിലിറ്റിനെ പല തരത്തിൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരാളുടെ ആട്രിബ്യൂട്ട്സിനെ പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്നിട്ട് പിന്നെയും ആ ഒരു ക്യൂബ് അവനോട് ഇത് സിന്തസൈസ് ചെയ്യണമെന്ന് വേണ്ടി ചോദിക്കുന്നുണ്ട്. ബട്ട് ഇതിലും ചെറിയൊരു ക്യാച്ച് ഉണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു 3 കല്ല് സിന്തസിസ് ചെയ്യണമെങ്കിൽ 100 മണിക്കൂർ എടുക്കും. അപ്പൊ നമ്മുടെ നായകനാണെങ്കിൽ ഇതെന്തിന് ഇത്ര മണിക്കൂറൊക്കെ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മാസ്റ്റർ, നിങ്ങൾക്ക് 9 എണ്ണം ഞങ്ങൾക്ക് സിന്തസിസ് ചെയ്യാൻ തന്നതിന് ശേഷം നിങ്ങൾക്ക് ബാക്കിയുള്ളത് ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് തന്നെ അബ്സോർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വാങ്ങാണെങ്കിൽ 9 ജെമ്മ് അവർക്ക് അഡ്വാൻസ്ഡ് ജെമ്മാക്കാൻ വേണ്ടി കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ അവൻ അബ്സോർവ് ആക്കിയിട്ട് അവന്റെ സ്പീഡിലും അവന്റെ സ്ട്രെങ്ത്തിലൊക്കെ കുറച്ച് ഇൻക്രീസ് ചെയ്തിട്ട് അവൻ ആ ഒരു പാമ്പിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അത്രയും കൊണ്ട് തന്നെ അവന്റെ സ്ട്രെങ്ത്തും അവന്റെ സ്പീഡൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടാവും. ആ ഒരു പാമ്പിനൊന്നും ഇവന്റെ മുമ്പിൽ ഒരു ചാൻസും ഇല്ലാണ്ടായിട്ടുണ്ടാവും. ഇവന്റെ കോൺഫിഡൻസ് പോലും ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവൻ നല്ല വൃത്തിക്ക് അവനെ അടിച്ച് 2 അടിയെങ്ങാണ്ടും കൊടുക്കുന്നുള്ളൂ. ആ 2 അടിയും കൊണ്ട് തന്നെ പാമ്പിന് മതിയാവും. അതിനുശേഷം അവൻ നടന്നു പോയിട്ട് ആ ഒരു വെള്ളത്തിൽ കൂടെ നടന്നു പോയിട്ട് നേരത്തെ ചാടിപ്പോയിട്ടുണ്ടായിരുന്ന ആ ഒരു അധികം തിളക്കമുള്ള ഒരു കല്ലുണ്ടായിരുന്നല്ലോ, ആ ഒരു കല്ലിനെ എടുക്കാൻ വേണ്ടി പോകും. എന്നിട്ട് ആ ഒരു കല്ല് എടുക്കുന്നുണ്ട്. ആ ഒരു കല്ലിന് അത്യാവശ്യം നല്ല തിളക്കം ഉണ്ടാവും. ആ ഒരു കല്ലിന്റെ തിളക്കം കണ്ടിട്ട് ഇവനിത് ബേസിക് ജെമ്മാണോ എന്നൊരു സംശയം തോന്നും. എന്നിട്ട് ഇത് ബേസിക് അല്ലാണോ എന്നൊക്കെ നമ്മുടെ ആ ഒരു സിസ്റ്റത്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിയാണെങ്കിൽ ഇത് ബേസിക് ജെമ്മാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത ഷോട്ടിൽ മറ്റേ ആ ഒരു ഗുണ്ടകളില്ലേ, അവന്മാരാണ് കാണിക്കുന്നത്. അവന്മാർ അവിടെ ഇരുന്ന് വെള്ളമൊക്കെ അടിച്ച് എനിക്ക് റിവെഞ്ച് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സീനും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. സോറി ഗൈസ്, വീണ്ടും വീഡിയോ ഡിലേ ആയതിന് ഞാൻ എന്തു പറയാനായതിന്. ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. എനിക്ക് ഇതിനകത്ത് കൺസിസ്റ്റന്റ് ആവാൻ പറ്റുന്നില്ല. എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, ഞാൻ അതിനകത്ത് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കുറച്ച് പേരൊക്കെ എന്തിയാടാ സൂപ്പർ ക്യൂബ്, നീ എന്താ കാണിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ബേസിക്കലി ഒരു കാര്യമുണ്ട്, അത് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് മൊബൈലിലാണ്. അതുപോലെ തന്നെ ഇത് ഞാൻ ചെയ്യുന്നത് ലാപ്ടോപ്പിലാണ്. സോ എൻ്റെ ലാപ്ടോപ്പ് ആണെങ്കിൽ കോഴിക്കോടും ഞാൻ വയനാടുമായിരുന്നു. അതിനുശേഷം ഇപ്പം ഞാൻ പോയി കോഴിക്കോട് നിന്ന് ലാപ്പൊക്കെ എടുത്തോണ്ട് വന്ന് അത് കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഇതിന്റെ മുമ്പിൽ കുറെ എഫേർട്ടൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. എന്നാലും കുറെ സോറി പറയാനുണ്ട്, കാരണം നിങ്ങളെയാണ് ഞാൻ ഈ വൈകിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സോ സോറി ഫോർ ദാറ്റ്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. നമ്മൾ റോഡ് ടു 15K ആണ്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ട് കാണുന്നവരേക്കും ബൈ.